ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രയാൻ 1 കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറച്ചു കാലം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എങ്കിലും ചന്ദ്രനെ സംബന്ധിക്കുന്ന വിലപ്പെട്ട പല വിവരങ്ങളും കണ്ടെത്താൻ ചന്ദ്രയാൻ 1 കഴിഞ്ഞു. ചന്ദ്രനിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചന്ദ്രയാൻ 1 മൂൺ മിനറോളജി മാപ്പർ എന്ന സെൻസർ ചന്ദ്രോപരിതലത്തിൽ വെള്ളത്തിൻ്റെ ചെറു കണികകളുടെ സാന്നിധ്യം കണ്ടുപിടിച്ചു. ചന്ദ്രനിലെ സൂര്യപ്രകാശം ലഭ്യമായ പ്രതലത്തായിരുന്നു നിരീക്ഷണം. 2008 നവംബറിൽ ചന്ദ്രയാനിൽ നിന്നുള്ള വിവരങ്ങൾ നിരീക്ഷിച്ചപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. എങ്കിലും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നാസയാണ്. കാരണം ചന്ദ്രനിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ച മൂൺ മിനറോളജി മാപ്പിൽ ചന്ദ്രയാനിൽ നിക്ഷേപിച്ചത് നാസയായിരുന്നു. 700 കിലോ വാട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് ചന്ദ്രയാന് ആവശ്യമുള്ള പവർ നൽകിയിരുന്നത്. സൂര്യപ്രകാശത്തിലെ ചില കിരണങ്ങളും റേഡിയേഷനുമൊക്കെ ചേർന്നതാണ് ചന്ദ്രയാൻ്റെ സെൻസറുകൾ കേടുവരുത്തിയത്. ചന്ദ്രയാൻ 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2008 ഒക്ടോബർ 22 ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ വിക്ഷേപണം നടന്നത്. നവംബർ 14 ഇന്ത്യൻ പതാകയേന്തിയ മൂൺ ഇൻഫാക്റ്റ് പ്രോബ് ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും 25 മിനിറ്റ് വൈകി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. പിന്നീട് അത് 2009 ജനുവരി 29 ചന്ദ്രൻ്റെ വിശദമായ ഫോട്ടോകൾ ഭൂമിയിലേക്ക് അയച്ചു. കൂടാതെ ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങൾ, ഉപരിതലത്തിലെ പൊടി തുടങ്ങിയവയെല്ലാം സാമ്പിളുകൾ ശേഖരിച്ചു. മെയ് 20 ISRO നിയന്ത്രണത്തിൽ വൃത്തങ്ങൾ ചന്ദ്രയാനെ ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെ നിന്ന് 200 കിലോമീറ്റർ അകലേക്ക് വലിച്ചു. ചന്ദ്രയാന് 2 വർഷത്തെ പ്രവർത്തനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1 വർഷവും 3 മാസവും മാത്രമേ അതിന് പ്രവർത്തിക്കാനായുള്ളൂ. എങ്കിലും ലക്ഷ്യത്തിൻ്റെ 95% നേടിയെടുക്കാൻ ചന്ദ്രയാൻ 1 കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കു മുൻപിൽ ഇന്ത്യയുടെ അഭിമാനം ചന്ദ്രനോളം ഉയർത്തിയ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും അവിടുത്തെ മൂലകങ്ങളുടെ സാന്നിധ്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ പഠനം നടത്താൻ ഭാരതം ചന്ദ്രനിലേക്ക് അയച്ച പേടകമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രൻ്റെ ദൃശ്യവും അദൃശ്യവുമായ ഉപരിതലത്തിലും അന്തർഭാഗത്തുമുള്ള ധാതു ലവണങ്ങൾ, ജലാംശം, ഉപരിതലത്തിലെ റേഡിയേഷൻ, കാന്തിക മണ്ഡലം തുടങ്ങിയവയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്താൻ ആവശ്യമായ സെൻസറുകൾ ചന്ദ്രയാനിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന വിക്രം സാരാഭായി വിദേശത്താണ് പഠിച്ചത്. എന്നാൽ കുറച്ചു കാലം അദ്ദേഹം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഗവേഷണം നടത്തിയിരുന്നു. നോബൽ ജേതാവായ സാക്ഷാൽ CV രാമൻ്റെ കീഴിൽ. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ പല രാജ്യങ്ങളും ആദ്യം ഭയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. സമാധാന ആവശ്യങ്ങൾക്കുള്ള റോക്കറ്റുകൾ യുദ്ധാവശ്യത്തിനുള്ള മിസൈലാക്കി മാറ്റാൻ എളുപ്പമാണ് എന്നതാണ് ഇതിന് കാരണം. ദേശീയ ബഹിരാകാശ പരിപാടി ആസൂത്രണം ചെയ്യാൻ 1962 ആരംഭിച്ച ഇൻകോസ്പാർ ചെയർമാനായി വിക്രം സാരാഭായി ചുമതലയേറ്റു. തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നു. 1971 അന്തരിക്കുമ്പോഴും ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷകർക്ക് കൃത്യമായ അടിത്തറ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ശാസ്ത്രജ്ഞന്മാരിൽ ഡോക്ടർ കസ്തൂരിരംഗൻ മുൻനിരയിലാണ്. ISROയുടെ മുൻ ചെയർമാനായ ഇദ്ദേഹം ജനിച്ചത് കൊച്ചിയിലാണ്. ഉപഗ്രഹ വികസനത്തിലും രൂപകൽപ്പനയിലുമാണ് അദ്ദേഹം ഏറെ സംഭാവനകൾ നൽകിയത്. പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ ശാസ്ത്രജ്ഞ പ്രതിഭകളുടെ സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് കരുത്ത് പകരുന്നത്.